Look at the first part of verse 3. മൂന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, For our appeal does not spring from error. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടോ വന്നതല്ല. Notice the word appeal here. ഇവിടെ തന്നെ പ്രബോധനം എന്ന പദം ശ്രദ്ധിക്കുക. What does that describe? എന്താണ് അർത്ഥമാക്കുന്നത്? It describes the manner in which he preached the word. താൻ ഏത് രീതിയിലാണ്, ഏത് ശൈലിയിലാണ് ദൈവവചനം പ്രസംഗിച്ചത് എന്നുള്ളതാണ്. Paul is saying, as I preached, I actually appealed to people. ഞാൻ പ്രബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ് താൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. What was the appeal about? എന്തിനെ കുറിച്ചാണ് താൻ ഇവിടെ പ്രബോധിപ്പിക്കുന്നത്? They were appealing them to turn away from sin and turn to God. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ള ആ പ്രബോധനമാണ് പൗലോസ് നൽകുന്നത്. So Paul calls his preaching an appeal. തന്റെ പ്രസംഗത്തെ ഒരു പ്രബോധനമായി, ഒരു അപേക്ഷയായിട്ടാണ് താൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. He was making an appeal to people to turn to God. ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ഒരു അപേക്ഷ ഇവിടെ പൗലോസ് നിർവഹിക്കുകയാണ്. But he qualifies that by saying, our appeal does not spring from error. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നുള്ളതല്ല എന്ന്, അബദ്ധവശാൽ വരുന്നതല്ല എന്ന് താൻ സൂചിപ്പിക്കുകയാണ്. The word error in the original is an interesting one. മൂലഭാഷയിൽ അത് വളരെ കൗതുകകരമായ ഒരു പദമാണ്. It means to wander away, to roam away from truth. സത്യത്തിൽ നിന്നും അകന്നു പോകുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. So in other words, error is wandering away from truth. അബദ്ധം എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം സത്യത്തിൽ നിന്നും അകന്നു പോകുന്ന ഒന്ന് എന്നുള്ളതാണ്. It is wandering or roaming without any standard. പ്രത്യേക നിലവാരം ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. So Paul says, no, our exhortation does not come from error. ഞങ്ങളുടെ പ്രബോധനം ഇങ്ങനെ അബദ്ധജടിലമായ ഒരു കാര്യമല്ല എന്ന് താൻ പൗലോസ് വ്യക്തമാക്കുന്നു. He was always committed to God's truth. തന്റെ ദൈവിക സത്യത്തിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് താൻ പറയുന്നത്. He always preached the right doctrine. ശരിയായ ഉപദേശം മാത്രമാണ് താൻ പറയുന്നത്. He was not deceived himself. തന്നെ വഞ്ചിച്ചില്ല. And he was never a deceiver. താൻ സ്വയം വഞ്ചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. There was no false teaching in Paul. പൗലോസിൽ ദുരുപദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. Whenever he opened his mouth, he only preached the accurate word of God. എപ്പോഴൊക്കെ താൻ തന്റെ വായ തുറന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവത്തിന്റെ പൂർണ്ണ സത്യമുള്ള വചനം മാത്രമാണ് താൻ പ്രഘോഷിച്ചത്. In other words, Paul was a guardian of the truth that has been entrusted to him. തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സത്യത്തിന്റെ സംരക്ഷകനായിട്ടാണ് പൗലോസിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. Brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, I want to remind all of us this morning, as I remind myself too. ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുന്നത് പോലെ നിങ്ങളെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും ഇന്ന് രാവിലെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, We are all guardians of the truth that has been entrusted to us. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സത്യത്തിന്റെ കാവലാളുകളാണ് നാം ഓരോരുത്തരും എന്ന് മറക്കരുത്. There is a body of truth, a body of knowledge that has been given to us. നമുക്ക് നൽകപ്പെട്ട ആ പരിജ്ഞാനത്തിന്റെ ഒരു ശേഖരമുണ്ട്. It is our responsibility to keep it pure and also hand it over to the next generation. അത് സത്യസന്ധതയോടെ കാത്തു സൂക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ട ദൗത്യം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെന്ന് മറക്കരുത്.